ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഗൈസ്, ഞാൻ വീണ്ടും വന്നു ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പുട്ടിൻ്റെ കൂടെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പഴമാണ് കഴിച്ചത്. യൂഷ്വലി ഞാൻ പഴമാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാറ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ? അതൊന്ന് കമൻറ്റ് ബിലോ, പ്ലീസ് കമൻറ്റ് ബിലോ. ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ആർക്കും വലിയ താല്പര്യമില്ല കമൻറ്റ് ചെയ്യാനല്ലേ. വെറുതെ വീഡിയോ കണ്ടങ്ങോട്ട് പോവുന്നേ. പിന്നെ ഒരു 5 ആളെങ്കിലും വീഡിയോ കാണുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം ഗൈസ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. ഡെയിലി എനിക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചാലേ എനിക്ക് എൻ്റെ തലയിൽ കയറുള്ളൂ. അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ മറിച്ച് നോക്കി പഠിച്ചിരിക്കാനെന്നുള്ള ടൈമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ 2025 വാങ്ങിയ എൻ്റെ പുതിയ ഡയറി ഗൈസ്, എൻ്റെ പുതിയ ഡയറി. ഇനി ഞാൻ എൻ്റെ പഴയ ഡയറി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ 2024 ഞാൻ യൂസ് ചെയ്ത ഡയറി. അങ്ങനെ ഡയറി എഴുത്ത് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ പറയാനുള്ള കാര്യമാണ്, ഡയറി എഴുതണം. ഡയറി നമ്മൾ ഇംഗ്ലീഷിൽ വേണം എഴുതാൻ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലല്ലേ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഡയറി എഴുതുന്നത്. അല്ലാതെ എനിക്ക് ഡെയിലി നടന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ വെക്കാബുലറീസ് ആൻഡ് കൂടുതൽ സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡയറി എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം രാവിലെ തന്നെ ഞങ്ങൾ ചെറിയ ടൈനി ബൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, കാട്ടുപൂക്കളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടുന്നാണ് ഇതൊക്കെ പറിക്കാറ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും എൻ്റെ മോനും കേട്ടോ. പിന്നെ രാവിലെ പോയാലേ ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റുള്ളൂ. വൈകുന്നേരം ആയി കഴിഞ്ഞാലൊക്കെ വാടി പോട്ടോ. ഒന്നും ആണ്ട് വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അങ്ങോട്ട് വാടിക്കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ രാവിലെ തന്നെ പോയിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പൂക്കളൊക്കെ കിട്ടുമല്ലോ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈനി ഫ്ലവർ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ഏതാന്ന്. അതിന് മുൻപ് ഞാൻ വരുന്ന മുൻപ് ഒരാൾ ഓടുകയാണ് മുന്നിൽ. ഇവൻ്റെ സ്ഥിരം പോക്കാണ് കേട്ടോ, ഇത് സ്ഥിരം ഓട്ടമാണിത്. ഈ ഒരു വഴിക്ക് ഇവൻ സ്ഥിരം ഇങ്ങനെ ഓടാറുണ്ട്. ഞങ്ങൾ പിന്നാലെ ഓടിപ്പോയി അവനെ പിടിച്ചു കൊണ്ടുവരാറാണ് പതിവ്. പിന്നെ ഈ സമയത്ത് ഞാനും എൻ്റെ മോനും ഒന്ന് കുറച്ച് നേരം സൺലൈറ്റ് കൊള്ളാൻ, വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ പുറത്തിറങ്ങി നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓർക്കിഡ് പോലെയാണ് കേട്ടോ. കണ്ടാൽ ഒരു ടൈനി ഓർക്കിഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് കുറേ ബൊക്കേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ കണ്ട ഒരു ഫ്ലവറാണിത്, ചെറിയ ടൈപ്പ് ചെമ്പരത്തി കേട്ടോ. അത് ഞാൻ ഇനിയും കാണിച്ചു തരാം. വേറെയും ഞാൻ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കണ്ടോ ഗൈസ്, ശംഖുപുഷ്പത്തിൻ്റെ ഒരു വയലറ്റ്, ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ശംഖുപുഷ്പം. പിന്നെ ചെമ്പരത്തി, ചെറിയ ചെമ്പരത്തി ആയിരുന്നില്ല, ആ സാധനമാണ് കേട്ടോ ഇത്. ചെറിയൊരു ചെമ്പരത്തി, ഒരു ടൈനി ചെമ്പരത്തി പോലെ ഉണ്ട് കേട്ടോ ഈ സംഭവം കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉച്ചൻ്റെ ശേഷം ആയിക്കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ശേഷം ഇത് പെട്ടെന്ന് വാടിപ്പോകും കേട്ടോ. പിന്നെ ഈ ഒരു പൂവിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഈ ഫ്ലവറിൻ്റെ പേര് അറിയാം, പക്ഷെ ഞാനിപ്പോൾ പറയൂല. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കട്ടെ ഞാൻ. അതിനുശേഷം ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഈ ഒരു സംഭവം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഗ്രാമം എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഗ്രാമമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇത് ഗ്രാമമാണോ? ഗ്രാമമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് എൻ്റെ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് നിറയും. ഇത് ഞാൻ ഇൻഡയറക്റ്റ്ലി കമൻറ്റിന് വേണ്ടിയിട്ട് ഇറക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു വെറും തോന്നലാണ് കേട്ടോ. ഞാൻ കമൻറ്റ് ചോദിക്കല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ചും കൂടി ഒന്ന് റീച്ച് ആവും കമൻറ്റ് ഉണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തു പറയാനാ, ഒന്നും പറയാനില്ല ഗൈസ്. വീഡിയോ കണ്ടല്ലോ, വളരെ സന്തോഷം, അത്ര തന്നെ. അപ്പോൾ എൻ്റെ മോനിതാ പൂമ്പാറ്റിനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം എനിക്ക്. പൂമ്പാറ്റ എങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ, പൂവ് എങ്ങനെ ചെടിയിൽ നിന്ന് പറന്ന് പോവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ് കേട്ടോ.
അങ്ങനെ പുറത്തുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾക്കൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മോന് ഷൂസ് എടുത്തിട്ട് ഓടുകയാണ്. മൂപ്പർക്ക് ഷൂസ് ഇടാനൊന്നും അറിയില്ല, ഒറ്റയ്ക്ക് ഇടാനായിട്ടില്ലല്ലോ. അപ്പോൾ ഷൂസും കൊണ്ട് പോയിരിക്കുകയാണ് ഫ്രണ്ടിലേക്ക്, അതായത് സിറ്റ് ഔട്ടിലേക്ക്. അങ്ങനെ ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ പോകാൻ പോവുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങണമായിരുന്നു, വയർലെസ് ഹെഡ്സെറ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഹെഡ്സെറ്റൊക്കെ വാങ്ങി അതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളും കൂടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടി പോയി കഴിഞ്ഞാൽ ഒരു സാധനം മാത്രം വാങ്ങിയാൽ പോരല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ കാണുന്നൊക്കെ വാങ്ങണമല്ലോ, അപ്പോഴല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഫേസ് ഒന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് കേട്ടോ ആ വീഡിയോ. അപ്പോൾ വാങ്ങിയ സാധനം ഇതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സംഭവം, ഇന്നാണ് ഞാൻ യൂസ് ചെയ്തത്, കുഴപ്പമില്ല കേട്ടോ. ഇനി അറിയില്ല പോകെ എന്താകും അതിൻ്റെ സിറ്റുവേഷൻ എന്ന്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പം ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇവന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ഭയങ്കര വിശപ്പ് ഗൈസ്, ഭയങ്കര വിശപ്പ്. എന്താണെന്നറിയില്ല, വിശപ്പിൻ്റെ അസുഖം ഉണ്ട് തോന്നുന്നുണ്ട്. കട കണ്ടപ്പോൾ ഭയങ്കര വിശപ്പ്, പ്രത്യേകിച്ച് പൊരിച്ച കടിയല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലുള്ള ഒരു കടയിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ 2 ലൈം ജ്യൂസ് ഇട്ടാ, എനിക്ക് പെട്ടെന്നായിട്ട് ഓർമ്മയിട്ടില്ല, 2 ലൈം ജ്യൂസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കട്ട്ലേറ്റ്, മോന് ഒരു ഉന്നക്കായി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കിന്ന് എന്താ പറ്റിയതെന്ന്. ഇത് ഞാൻ തന്നെയാണ് ഗൈസ്, ആൾ മാറിയിട്ടൊന്നുമില്ല. എനിക്കിന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഹസുവിന് സന്തോഷമുണ്ടാ? ഓനൊന്നും മിണ്ടണില്ല ഗൈസ്, ഓനിൻ്റെ മടിയിലുണ്ട് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ ഇതാ മാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കട്ട്ലേറ്റ് എങ്ങനെയൊക്കെയോ കഴിച്ചു ഗൈസ്. അതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഷെൽഫ് നോക്കാൻ പോയിട്ടോ. ഞാനായിരുന്നു ഷെൽഫ് വാങ്ങണം എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല, ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ കണ്ട ഷെൽഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങാൻ പറ്റിയ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഷെൽഫായിരുന്നു ഗൈസ്. അപ്പോൾ വാങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ തൽക്കാലം വണ്ടി കയറുമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഞങ്ങളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അൾമറ വാങ്ങാനുള്ള മൂപ്പരുടെ രാഹുകാലം ആയിട്ടില്ല എന്ന്. അപ്പോൾ രാഹുകാലം ആവട്ടെ അല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂപ്പര് സാധനങ്ങൾ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല, ഒരു വൈപ്സ്, ഇയർബഡ്സ്, പിന്നെ ഒരു ഡയപ്പർ, ഒരു ബ്രഷ്, മൂപ്പർക്ക് പല്ല് തേക്കാനുള്ള ഒരു കുഞ്ഞൻ ബ്രഷും ആയിരുന്നു ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഞണ്ടായിരുന്നു ഉച്ചക്ക് ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, അത്ര നല്ല ഞണ്ടല്ലായിരുന്നു കേട്ടോ ഗൈസ്. എന്നാലും ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, വെട്ടി വിഴുങ്ങണമല്ലോ, അതുകൊണ്ട് ഞാൻ കഴിച്ചു ഗൈസ്. അങ്ങനെ അതിനിടയിൽ മോനുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് പപ്പടം മതി എന്നാണ് പറഞ്ഞത്, ചോറ് വലിയ താല്പര്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഞാൻ ഒരു 2 മണി മുതൽ ഒരു രാത്രി 9 മണി വരെ അതിനിടയിലായിരിക്കും എൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അധിക നേരം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കാറ്. പ്രത്യേകിച്ചൊന്നുമില്ല, അവരെ കൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുക, പിന്നെ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ യൂസേജസ് പറഞ്ഞു കൊടുക്കുക, പിന്നെ കുറേയൊക്കെ ഞങ്ങൾ തമ്മിൽ പടായും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ക്ലാസ്സിനിടയിൽ ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ചക്കപ്പഴം പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം കേട്ടോ. അപ്പോൾ അതിൽ 2ഉം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോന് കണ്ടപ്പോൾ അത് അപ്പം തന്നെ കഴിക്കണം എന്ന്, എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അപ്പം തന്നെ മൂപ്പർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയത് പഴം വാട്ടിയതാണ് കേട്ടോ ഗൈസ്, സ്പെഷ്യലാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത സാധനമാണ്. താങ്ക് യു സോ മച്ച്.